ഇന്ന് തിബിലിസിൽ നിന്ന് പുറപ്പെടേണ്ട ദിവസമാണ്. രാവിലെ പായ്ക്കൊക്കെ ചെയ്ത് സ്കൂട്ടറിലേക്ക് വെക്കണം. അതിന് മുമ്പ് ഇന്നലെ വൈകിട്ട് ഡിന്നർ കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു ബേക്കറിയിൽ നിന്നൊരു ചെറിയൊരു എന്താ പറയുക സമൂസ പോലെ കണ്ടായിരുന്നല്ലോ, ബീഫ് സമൂസ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒന്ന് രാവിലെ മൈക്രോവേവ് വെച്ചൊന്ന് ചൂടാക്കി അവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, നമസ്കാരം. തിബിലിസിയിലെ ലോക്കൽ കാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ നേരെ സിംഗ്നാങ്ങിലേക്ക് പോവുകയാണ്. രാവിലെ ഒരു 6:30 മണിയോടുകൂടി തന്നെ നമ്മൾ റെഡിയായി. ഒരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് സ്കൂട്ടറിന്റെ ബാക്ക് സീറ്റിൽ വെച്ച് നമ്മുടെ ബഞ്ചി കോഡ് കൊണ്ട് ഫിക്സ് ചെയ്തു. തിബിലിസിയിൽ നിന്നൊരു 120 കിലോമീറ്റർ ഉണ്ട് സിംഗ്നാങ്ങിലേക്ക്. ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ, നമ്മുടെ ഹോം സ്റ്റേയുടെ പാർക്കിംഗ് വേയിൽ ഒരു കാറ് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അതിൻ്റെ ഓണറെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ജസ്റ്റ് കഷ്ടിച്ച് കാറിൽ ഉരയ്ക്കാതൊക്കെ വണ്ടി പുറത്തെടുക്കാൻ പറ്റി. ഏതായാലും അല്പം കഷ്ടപ്പെട്ടെങ്കിലും സ്കൂട്ടറിനും കാറിനും പോറലൊന്നും കൂടാതെ തന്നെ നമ്മൾ വണ്ടി പുറത്തെടുത്തു. അപ്പോൾ 7 മണിയായതേ ഉള്ളൂ രാവിലെ, അതുകൊണ്ട് റോഡൊക്കെ കാലിയാണ്. ഇവിടുന്ന് ഒരു 120 കിലോമീറ്റർ ആണ് സിംഗ്നാങ്ങി. സിറ്റി ലിമിറ്റ്സ് കഴിച്ചാൽ പിന്നെ നല്ല റോഡാണെന്നാണ് കേട്ടത്. 2-2.5 മണിക്കൂറിനുള്ളിൽ അതുകൊണ്ട് റിലാക്സ് ആയിട്ട് അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു. കിഴക്ക് ദിക്കിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് നേരെ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ സിറ്റി ലിമിറ്റ്സ് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാപ്പി കുടിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് നിർത്തുകയാണ്. സിറ്റി വിട്ടൊരു 20 കിലോമീറ്ററോളം പോകുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കാപ്പിയോ എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയാണ്. ഇവിടെ കണ്ട നല്ല രസമുണ്ട്. കടയുടെ ഫ്രണ്ടിൽ വൈൻ റീജിയനിലേക്ക് പോകുന്നത്, മുന്തിരിവള്ളി കയറ്റി വിട്ടേക്കും. കടയുടെ ഫ്രണ്ടിൽ നല്ല രസം. അപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിക്കാം. കോഫി, 1 coffee. You have a cappuccino or a black coffee? I have Both, okay. Then give me black coffee. Thank you. Sugar. Huh? Sugar. Yeah, little sugar. അങ്ങനെ സോഫിയയോട് സംസാരിച്ചു. പുള്ളിക്കാരത്തെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കടക്കാരത്തെയാണ്. അതുകൊണ്ട് 5 മിനിറ്റ് കാപ്പി കുടിച്ചുകൊണ്ട് വാചകമൊക്കെ അടിച്ചു. ഇവിടെയും സൂപ്പർ ബൈക്കേഴ്സിനെയൊക്കെ പിടിച്ച് പോലീസ് സൗണ്ട് കൂടുതലാന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അവിടെ വന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു. ഇതിപ്പോൾ നല്ല ഹൈവേ ആണ് ഇനി, അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ പോവാം. സ്കൂട്ടർ കുഴപ്പമില്ല, പെർഫോമൻസ് മോശമില്ല, നല്ല സ്മൂത്താണ്, അധികം വൈബ്രേഷനൊന്നുമില്ല. നമുക്കൊരു 90-100 ഈസി ആയിട്ട് പോവാം. റോഡ് നല്ല ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 1 അവർ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഹൈവേന്ന് അകത്തോട്ട് സിംഗ്നാങ്ങിലേക്കുള്ള ഒരു ചെറിയ വഴിയിലേക്ക് കയറി. ഹൈവേ നല്ല 6 ലൈൻ ഹൈവേ ആണ് കുറെ ദൂരത്തേക്ക്. അത് കഴിയുമ്പോഴത്തേക്ക് ചെറിയ റോഡാവും, സിംഗിൾ ട്രാക്കും ചെറിയ ഡബിൾ ലൈൻ റോഡും ഒക്കെ ആവും. അപ്പം അങ്ങനെ ചെറിയ വെയിലുണ്ട്, അതുകൊണ്ട് ചൂടാണ്, തണുപ്പൊന്നുമില്ല. ഓഗസ്റ്റിലെ സമ്മർ ആയതുകൊണ്ട് രാവിലെ തന്നെ വെയിലാണ്. തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു വലുപ്പം നല്ല ഭയങ്കര സൈസ്. ഒരെണ്ണം തന്നെ കാണും 10 കിലോ കൂടുതൽ. സിംഗ്നാങ്ങിലേക്ക് ഇനിയൊരു 50-55 കിലോമീറ്റർ ഇവിടെ നോക്കും. റോഡ് അങ്ങനെ കിടക്കുകയാണ് വിശാലമായി, കാര്യമായ ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ വീണ്ടും അങ്ങനെ പോകുമ്പോൾ ഒരു വില്ലേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ കടകൾ, നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശം പോലെ കണ്ട് അവിടെ നിർത്തി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ചീസ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അവിടെ ധാരാളം കന്നുകാലികളൊക്കെ വളർന്ന സ്ഥലമാണെന്നുണ്ട്. ചീസ് നന്നായിട്ട് നല്ല വലിയ ബിഗ് ചങ്കായിട്ട് വലിയ റൗണ്ട് ഷേപ്പിൽ വലിയ ഒരു 5-6 കിലോ കാണും ഒരു പീസ്. അങ്ങനെ ചീസ് വെച്ചേക്കുന്നു. അകത്തോട്ട് നോക്കിയപ്പോൾ അവരവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ചെറിയൊരു ബോർമ, ലോക്കൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ചെറിയൊരു ബോർമ പോലെ കണ്ടു. അല്പം പ്രായമായ ഒരു സ്ത്രീ അവിടെ നിന്ന് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സിംഗ്നാങ്ങിലേക്ക് കയറാൻ പോയി. 14 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. അപ്പോൾ അവരുടെ മുനിസിപ്പാലിറ്റിയുടെ അങ്ങോട്ടുള്ള വെൽക്കം ഒരു ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സിംഗ്നാങ്ങിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടെ വന്നു. ഇത് അവരുടെ ഒരു ചെറിയൊരു പഴയ സ്റ്റൈൽ ആർച്ചാണ്. സിംഗ്നാങ്ങിലേക്ക് വെൽക്കം ചെയ്യുന്ന ചെറിയൊരു ആർച്ചാണ്. അപ്പോൾ അവിടെയൊക്കെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ വീണ്ടും തിരിച്ചു. അവിടെ ജോർജിയൻ ഫ്ലാഗ് ഉണ്ട്. ജോർജിയൻ ഫ്ലാഗിൽ കാണുന്ന സെന്റ് ജോർജിന്റെ ക്രോസ് ആണ്.
അപ്പോൾ സിംഗ്നാങ്ങിലെത്തി. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സിംഗ്നാങ്ങിൽ ഒരു നല്ല സിറ്റിയുടെ ഒരു ചെറിയൊരു വില്ലേജാണോ സിറ്റിയാണോ എന്നറിയത്തില്ല, അതിൻ്റെ ഒരു വ്യൂ ഇടുന്നുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ചെറിയൊരു വ്യൂ പോയിന്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ദൂരെ കാണുന്നതാണ് സിംഗ്നാങ്ങി. എന്താ ചെറിയ ടൗൺ എന്നോ അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയാം, ആ ദൂരെ കാണുന്നതാണത്. ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തി ആ വ്യൂ ഒക്കെ കണ്ട് അതൊക്കെ അവിടെ നിന്ന് തിരിച്ചു. സിംഗ്നാങ്ങി ആക്ച്വലി ലവ് സിറ്റി എന്നുകൂടെയാണ് അറിയപ്പെടുന്നത്. കാരണം റൊമാൻറ്റിക് പ്ലേസ് ആണെന്നാണ് പറയുന്നത്. ധാരാളം പേര് ഇങ്ങനെ വിവാഹം കഴിക്കാനും ഹണിമൂണും ഒക്കെ ആയിട്ടും ഇങ്ങോട്ട് വരാറുണ്ട്. ലവ് സിറ്റി എന്നാണ് ഈ സിംഗ്നാങ്ങി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ തിരിച്ച് സിംഗ്നാങ്ങിയുടെ ഒരു മാർക്കറ്റ് ഏരിയ പോലുള്ളൊരു സ്ഥലത്ത് വന്നു. അവിടെയും സ്പാറിൻ്റെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല, ഈ ടൂറിസ്റ്റുകൾ വരുന്ന, അല്ലാതെ ലോക്കൽ വലിയ പോപ്പുലേഷനുള്ള സ്ഥലമല്ലെന്ന് തോന്നുന്നു. അധികം പോപ്പുലേഷൻ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല, ചെറിയൊരു ടിപ്പിക്കൽ ലവ് സിറ്റി. പിന്നെ അവിടെ ഒരു സിംഗ്നാങ്ങി വാൾ ഉണ്ട്, സിറ്റി വാൾ. അതും ഭയങ്കര ഫേമസ് ആണ്. 18-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ വാളാണ്. അപ്പം നമ്മളും ആദ്യം അങ്ങോട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടം വരെ 2 വീലർ വരും. നമ്മുടെ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാഗൊക്കെ സ്കൂട്ടറിൽ തന്നെ വെച്ചു. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാഗൊന്നും എടുത്തില്ല. അപ്പോൾ ഹെൽമെറ്റ് മാത്രം കൈ വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. കുറച്ച് നടക്കാനുണ്ട്. ജോർജിയൻ ഐസ്ക്രീം ഫ്രം വൈൻ. അപ്പോൾ ആ ഐസ്ക്രീമിൻ്റെ വില വെച്ചപ്പം 15 ലാറിയാണ് പറഞ്ഞപ്പം 450-460 രൂപ റേഞ്ച് വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് അട്രാക്ഷനായിട്ട് വൈനകത്ത് ഉണ്ടാക്കുന്ന ഐസ്ക്രീം വെച്ചപ്പോൾ അവിടെ സിംഗ്നാങ്ങി സിറ്റി. ഓൾഡ് വാളിന് അവിടെ ഇങ്ങനെ ചെറിയൊരു പാത്വേ പോലെ ഉണ്ട്, നമുക്ക് നടക്കാം. വാളിനോട് ചേർന്ന് തന്നെയാണ്. പഴയ പണ്ട് കാലത്തെ ചെറിയ കോട്ടയൊക്കെ ആയിരിക്കും. അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴെ ഫുള്ള് വാലിയാണ്. ഇതൊരു പൊക്കമുള്ള സ്ഥലം. ചുറ്റിനുമുണ്ട് ഓൾഡ് വാൾ. ഇതിലേ കയറി കണ്ടു കഴിഞ്ഞാൽ അവിടെ ദൂരെയായിട്ട് അവിടുന്ന് ആ മലയുടെ മണ്ടയ്ക്കൂടെയൊക്കെ വാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടില്ലേ. ഫുള്ള് ഈ സിറ്റിക്ക് വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷൻ പോലെ പണം ഉണ്ടാക്കി വെച്ചിരുന്നതായിരിക്കും. താഴെ ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചുറ്റി കുറേ ദൂരമുണ്ട് ഓൾഡ്. ഇത് ഈ സിംഗ്നാങ്ങി ടൗണിനെ ചുറ്റിയുള്ള ഒരു പഴയ കാലത്തെ ഒരു കോട്ടയാണ്. പണ്ട് കാലത്ത് 18-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഇതിനെ ചുറ്റി ഇതിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു സിറ്റി വാൾ പോലെയാണ് ഇത് പറയുന്നത്, സിംഗ്നാങ്ങിയുടെ ഈ വാൾ. കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഗ്രൂപ്പ് ടൂറൊക്കെ ആയിട്ട് വന്നവരാണ് കൂടുതലും. നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത്. ബാക്കി കൂടുതലും ചെറിയ ഗ്രൂപ്പുകളായിട്ട് വന്നവരെയാണ് കണ്ടത്. വെയിൽ കാരണം കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാം. നമുക്ക് മുകളിൽ കൂടെ നടന്നിട്ട് വാച്ച് ടവറിന് അവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം സിറ്റിയുടെ അങ്ങോട്ട് പോകാൻ. നല്ല രസമുണ്ട് ഈ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്. അങ്ങോട്ട് പോയതിനെക്കാട്ടിലും പതുക്കെ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ റോഡിൽ കാണാൻ തുടങ്ങി. കടകളൊക്കെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സുവനീർ ഷോപ്പുകളൊക്കെ പതുക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വരുമെന്ന് തോന്നുന്നു. ഇതവിടുത്തെ ഒരു സിംഗ്നാങ്ങിൻ്റെ ഒരു എൻട്രൻസ് ആർച്ച് പോലെയാണിത്. അവിടെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് മെയിൻ ജംഗ്ഷൻ പോലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ സിംഗ്നാങ്ങി വ്യൂ പോയിന്റ് ഉണ്ട്. അതൊരു സിംഗ്നാങ്ങിലെ ഒരു കുറച്ച് ഉയരമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ വ്യൂ പോയിന്റ്. ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നതാണ്. ഈ വ്യൂ പോയിന്റിന് അവിടെയും റെസ്റ്റോറൻറ്റുകളെ, പക്ഷെ ഒന്നും അത്ര ആക്റ്റീവായിട്ടില്ല. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് വ്യൂ പോയിന്റിന്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി സൈഡിലേക്ക് ഒന്ന് കയറി നോക്കി. ഇതൊരു ഉയരമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ താഴോട്ട് ആ വ്യൂ ഉണ്ട്. നമ്മൾ മുമ്പേ പോയ ആ കോട്ട പോലുള്ള സിറ്റി വാളും മറ്റുമൊക്കെ ഇവിടെ നോക്കിയാലും കാണാം. പിന്നെ പള്ളിയുടെ ഗോപുരം. പിന്നെ ഇവിടെ ഒരു ബോത്ത് ബേ മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോത്ത് ബേ മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്. പഴയ ഈ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സെയിന്റ് നിനോ ഒരു വനിതയാണ്. ആ ലേഡിയാണ് ജോർജിയയിലെ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ സെയിന്റ് നിനോയെ സംസ്കരിച്ചേക്കുന്ന ഒരു പള്ളിയൊക്കെ ഈ സിംഗ്നാനിയിലാണ്. അപ്പോൾ അതിന് പറയുന്നത് ബോത്ത് ബേ മൊണാസ്ട്രി എന്നാണ്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വഴി കുറച്ച് പോയിട്ട് പിന്നെ ചെറിയൊരു ഡീവിയേഷൻ എടുക്കണം. അടുത്ത് ഇനി അങ്ങോട്ട് പോവാം. ഈ ലവ് സിറ്റി എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാം ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇരിക്കാനുള്ള. സോളമൻ ദോദാഷ്വിലി ഫിലോസഫറാണ്.
പോണ വഴിക്ക് ചെറിയൊരു സിറ്റി പാർക്ക് പോലെ കണ്ടു. ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബോധ് ബേ മൊണാസ്ട്രിയിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബോധ് ബേ മൊണാസ്ട്രി വരും. അങ്ങോട്ട് പോവാം. നല്ല കയറ്റം ഇറക്കമുള്ള വഴിയാണ്. കോബിൾ സ്റ്റോൺ ഇട്ടേക്കുന്ന സിറ്റിക്കകത്ത് റോഡിൽ കൂടെ കൊണ്ട് നമുക്ക് അധികം സ്പീഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബോധ് ബേ മൊണാസ്ട്രിയിലെത്തി. ഇത് സെയിൻറ്റ് നിനോ മൊണാസ്ട്രിയിലേക്കുള്ള വഴിയാണ്. ഇതിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിംഗിനാങ്ങിൽ നിന്ന് പുറത്തേക്ക് പോവാം. മൊണാസ്ട്രിയിൽ കയറുമ്പോൾ തന്നെ അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റും കഫേയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മൊണാസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈന്, ചീസ് അതൊക്കെ വിൽക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 10-10:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ സെയിൻറ്റിനോടെ കല്ലറയുള്ള പള്ളിയാണിത്. ഒന്ന് പഴയ ചർച്ചും ഉണ്ട്, ഒരു പുതിയ ചർച്ചുമാണ് കാണുന്നുണ്ട്. പഴയ ചർച്ച് ചെറുതാണ്, ഇതാണ് അവിടെ അകത്ത്. പക്ഷെ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇതിനകത്താണ് സെയിൻറ്റിനോടെ കല്ലറയൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് കയറി കണ്ടിട്ട് പുറത്തിറങ്ങി. പ്രശ്നം സെയിൻറ്റിനോടെ ചർച്ചിന് അകത്ത് കാണാൻ പറ്റുള്ളൂ, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് കാരണം അകത്ത് കയറി കണ്ടു. പഴയ ചിത്രപ്പണികളും പിന്നെ സെയിൻറ്റിനോടെ ശവക്കല്ലറ, അത് നമ്മുടെ മദ്ബഹായ്ക്ക് സൈഡിലായിട്ട് പുറകിലായിട്ടുണ്ടായിരുന്നു. പുറത്തൊരു വലിയ പള്ളിയുണ്ട്. പക്ഷെ വലിയ പള്ളിയിൽ വർക്കുകളൊക്കെ നടക്കുകയാണ്, കൺസ്ട്രക്ഷൻ. അത് തടിപ്പണികളും കാര്യങ്ങളൊക്കെ അതവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ ചർച്ച്. രസമുണ്ട്, ഭംഗിയുള്ള കൺസ്ട്രക്ഷനാണ്. അവിടെ നല്ല വ്യൂ ഉണ്ട്. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹോളി വാട്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകണം. അങ്ങോട്ട് പോയില്ല. നല്ല ഗാർഡനും ചെടികളും ഒക്കെ ഉള്ള നല്ല മനോഹരമായ സ്ഥലം. നല്ല വെയിലായതുകൊണ്ട് നടക്കാൻ അല്പം മടുപ്പാണ്. നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പില്ലറിനൊക്കെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് രണ്ട് പണിയൊക്കെ നടക്കുകയാണ്. വുഡിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ച് കുറച്ച് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ചെതുക്കിച്ചിരിക്കുന്നവരുണ്ട്. നമ്മുടെ പില്ലറിനൊക്കെ കുറച്ച് കാലപ്പഴക്കം സംഭവിച്ചതുപോലെ തോന്നുന്നു. വർഷങ്ങളോളം കാറ്റും മഴയൊക്കെ പിടിച്ച് കല്ലൊക്കെ കുറച്ച് ചെതുക്കിച്ച് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ മൊണാസ്ട്രിയിലും സെയിൻറ്റിനോടെ ചർച്ചിൻ്റെ ഒക്കെ ഏരിയയിൽ നിന്നു. ഈ വഴി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തെലവിക്ക് ഇടുന്നത്. ഇത് ആ വ്യൂ പോയിന്റിൻ്റെ സ്ഥലം തന്നെയാണ്. നമ്മൾ മുമ്പേ വന്ന വ്യൂ പോയിന്റ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് തെലവി എന്ന് പറയുന്നത്. ഈ സിംഗനാങ്ങിയും ഇതിനോടനുബന്ധിച്ചുള്ള ഏരിയ എല്ലാം കാക്കട്ടി റീജിയൻ എന്ന് പറഞ്ഞത്. കാക്കട്ടി എന്നാണ് ഈ റീജിയൻ്റെ പേര്. ധാരാളം വൈനറികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വൈൻ മേക്കിംഗ് ആണ് ഈ കാക്കട്ടി റീജിയനിലെ മെയിൻ ഒരു അട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വൈൻ ടൂറുകളെ, വൈനറി വിസിറ്റ്, വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഈ ഏരിയയിൽ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇനിയിപ്പം ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. തെലവി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. തെലവിയും ഈ കാക്കട്ടി റീജിയനിൽ തന്നെയാണ്. അവിടെയും വൈനറീസ് ഒക്കെ ഉണ്ട് ധാരാളം. അപ്പോൾ വിചാരിച്ചു വൈകുന്നേരം അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടുന്ന് കസ്ബഗിയിലേക്ക് പോകണം. അത് കുറച്ച് ദൂരം കൂടുതലുള്ള റൈഡാണ്. നാളെ മിക്കവാറും ഒരു 200 കിലോമീറ്റർ പ്ലസ് കാണും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ തെലവിയിലേക്ക് പോകണം. അപ്പോൾ ചെറിയ റോഡാണ്. ഈ സിംഗനാങ്ങിൽ നിന്ന് തെലവിയിലേക്കുള്ള റൂട്ട് വളരെ ചെറുതാണ്. ഇടയ്ക്കും പഴയ്ക്കും മാത്രമേ കാറുകൾ പോലും ഉള്ളൂ. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് പോകാം. റോഡെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം സ്മൂത്താണ്. അങ്ങനെ വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ല. ഉച്ചയായി. നമ്മളപ്പം ഇന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് പോണ വഴിക്കൊന്നും അങ്ങനെ കൊള്ളാവുന്ന, സൺഡേ ആയതുകൊണ്ടാണോ ഇത് വലിയ സിറ്റി അല്ലാത്ത ഗ്രാമപ്രദേശങ്ങളാണോന്ന് അറിയില്ല, ഒരു ഹോട്ടൽ പോലും കണ്ടില്ല. ഇടയ്ക്ക് ആകപ്പാടെ കണ്ടൊരു സൂപ്പർ മാർക്കറ്റ്. അവിടെ കയറി ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു എന്നല്ലാതെ നല്ല വിശപ്പായി. രാവിലെ നമ്മൾ ആ മീറ്റ് സംസയൊക്കെ മാത്രമേ കഴിച്ചുള്ളായിരുന്നു കാര്യമായിട്ട്. ഇടയ്ക്ക് പിന്നെ ഈ ജ്യൂസും ചായയും കാപ്പിയൊക്കെ കുടിച്ചല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. മണി ഇപ്പോൾ 1:30 കഴിഞ്ഞു. നമ്മളൊരു 2:30 ആവും അവിടെ ചെല്ലുമ്പോൾ. കൂടെ 1 മണിക്കൂറുടെയെങ്കിലും ഓടിച്ചാലേ നമുക്ക് തെലവി ചെല്ലാൻ പറ്റുള്ളൂ. റോഡ് നല്ലതായതുകൊണ്ടും പിന്നെ അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് വിട്ടടിച്ച് പോവാം. അങ്ങനെ നമ്മൾ തെലവി എടുക്കാറായി. തെലവി ഒരു ചെറിയ സിറ്റിയാണ്. അവിടെ നമ്മൾ അക്കോമഡേഷൻ എടുത്തേക്കുന്നത് അവിടുത്തെ ഗസ്റ്റ് ഹൗസ് വാലിക്കോ ഗസ്റ്റ് ഹൗസ് നേരെ പോയി ചെക്ക് ഇൻ ചെയ്തു. ബാഗൊക്കെ നേരെ അങ്ങോട്ട് ഡംപ് ചെയ്തിട്ട് അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി ഇറങ്ങിയതാണ്. വന്നപ്പോൾ സിറ്റിയിൽ നടുക്കായിട്ടൊരു
തലവരെ നടക്കായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പം ബാക്കിയൊന്നും വീഡിയോ എടുക്കാതെ നേരെ വന്ന് കഴിക്കാനിരുന്നു. നല്ല വിശപ്പായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. മഷ്റൂമും ചിക്കനും ഒക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് റൈസ് പറഞ്ഞു. ഒരു വെറൈറ്റി ആയിട്ട് എല്ലാ ദിവസവും ബ്രെഡൊക്കെ അല്ലേ കഴിക്കുന്നത് വിചാരിച്ചൊരു റൈസ് കഴിക്കാനൊരു മോഹം. അപ്പം കഴിപ്പൊക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങി. ഓൾറെഡി ഇപ്പം 3:30 മണിയായി. മാലാസ് ഗാർഡൻ അടുത്തൊരു സിറ്റി സെന്ററിൽ തന്നെയുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഒരു പാലസ് ഒക്കെ ഉണ്ട്, തെലറി പാലസ് എന്നൊക്കെ പറഞ്ഞു. പഴയ രാജാവിൻ്റെ വലിയൊരു പ്രതിമയാണെന്ന് തോന്നാണ് നിൽക്കുന്നത്. വിശാലമായ ഒരു ജംഗ്ഷൻ, വലിയ ട്രാഫിക് ഒന്നുമില്ല. ഹോളിഡേ ഇന്നിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ. ആ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഒരു ഹോളിഡേ ഇൻ ഹോട്ടലാണ്. ആരുടെയാണ് പ്രതിമ? പഴയ കിങ്ങിൻ്റെ വല്ലതുമാണ്. കുതിരപ്പുറത്തിരിക്കുന്ന പഴയ രാജാവാന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് നേരെ റൂമിലേക്ക് പോയി. ചെറിയൊരു ഇൻഫോ പാർക്ക്, വലിയ ദൂരമില്ല. നമ്മൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി നടന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. വാലിക്കോ ഗസ്റ്റ് ഹൗസ് എന്നൊരു പേര്. നല്ല ശാന്തമായ ഒരു നെയ്ബർഹുഡാണ്. വീടുകൾ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ആയിരുന്നു ഗസ്റ്റ് ഹൗസിനോട്. നമ്മളവിടെ വന്ന വഴിക്ക് ലഞ്ചൊന്നും കിട്ടാഞ്ഞോണ്ട് നേരെ വണ്ടി പാർക്ക് ചെയ്തു. ബാഗൊക്കെ വണ്ടി വലിച്ചെറിഞ്ഞിട്ട് നേരെ കഴിക്കാൻ വേണ്ടി പുറത്ത് പോയി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. അത് നല്ല മനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസാണ്. വാലിക്കോ ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. ഓണറുടെ പേര് വാലിക്കോ എന്നാണ് തോന്നുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള നല്ല എക്സോട്ടിക് പാഷൻ ഫ്രൂട്ട്, കിവി, അങ്ങനെ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു പുള്ളിയാണെന്ന് തോന്നുന്നു. പുറകോട്ട് കുറച്ച് കൃഷിസ്ഥലമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം. കയറിപ്പോണ വഴിക്കൊക്കെ ഇങ്ങനെ മുന്തിരി വള്ളികൾ പൂത്ത് കിടപ്പുണ്ട്. അവിടെ വേറെ 2 റൂമും കൂടി ഉണ്ട്. ഒരു ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ടൂറിസ്റ്റാണ്. അവരെ ഈവനിങ് പരിചയപ്പെട്ടായിരുന്നു. വെയിലും ചൂടും കാരണം നല്ല ക്ഷീണം. ഊണൂടെ കഴിഞ്ഞുകൊണ്ടെന്നാൽ പിന്നെ ഒരു 1 hour ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വെയിലൊന്ന് കുറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരു 1 hour ഒന്ന് പതുക്കെ ഉച്ചമയക്കത്തിലേക്ക് നീങ്ങി. വീണ്ടും ഇറങ്ങിയ മണി 4:30 കഴിഞ്ഞു. ചെറിയൊരു ഫോർട്ടും പാലസും ഒക്കെ ഉള്ള ആ ഏരിയയിലോട്ട് പോകുന്ന വിചാരിച്ച് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. ആദ്യം വണ്ടി നിർത്തിയിടത്തല്ലായിരുന്നു പാലസിന്റെ എൻട്രൻസ്, കുറച്ചുകൂടെ മാറിയാണ്. മ്യൂസിയം ക്ലോസ്ഡ് ആയി. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച തുറക്കുള്ളൂ. അപ്പോൾ പാലസ് വരെ ഒന്ന് വേണേൽ പോയി കാണാൻ തോന്നും. പാലസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അതൊക്കെ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ വരുന്നു. 2-3 പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്തിട്ട് സെൽഫ് എടുക്കുന്നുള്ളൂ. എന്താണെന്നറിയില്ല. ബാറ്ററിയൊക്കെ പുതിയതാണെന്നാണ് നമ്മുടെ തിബിലിസിലെ സ്കൂട്ടർ റെൻ്റലുകാരൻ പറഞ്ഞത്. നോക്കാം. 1-2 പ്രാവശ്യം വരുന്ന വഴിക്ക് തന്നെ സംഭവിച്ചു. ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നുണ്ട്, ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിനൊരു മടുപ്പ്. കിക്ക് സ്റ്റാർട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ബൈക്ക് വല്ലതായിരുന്നെങ്കിൽ നമുക്ക് ന്യൂട്രലിൽ നിന്ന് സെക്കൻഡിലേക്ക് തള്ളി ഒരു ചെറിയ ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ സ്കൂട്ടർ ആയതുകൊണ്ട് അത് നടക്കില്ല. എനിവേ, അപ്പോൾ അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നു. നോക്കാം. ഏതായാലും വൈകിട്ട് വരെ ഓടിക്കുമ്പോൾ അറിയാം. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോയി വീണ്ടും ആ പാലസിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് സൺഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല, പാലസ് ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ പാലസും മ്യൂസിയവും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം സൺഡേയും 5 മണി വരെ എന്തോ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ക്ലോസ് ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. നമ്മൾ തിരക്കിട്ട് പോകുന്ന പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനും പറ്റില്ല. നമ്മുടെ ടോട്ടൽ ഷെഡ്യൂളെല്ലാം അവതാളത്തിലാവും. അപ്പോൾ തൽക്കാലം അതിലേക്ക് നടന്ന് കാണാൻ പറ്റുന്നിടത്തോളമൊക്കെ കണ്ടിട്ട് നാളെ ഇവിടുന്ന് തിരിക്കണം. പാലസിൻ്റെ എൻട്രി ഇതാണെന്നാണ് തോന്നുന്നത്. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്ത കാരണം 10 മിനിറ്റ് ലേറ്റായിപ്പോയി. തെലവിക്കകത്ത് നോക്കിയിട്ട് വൈനറികളൊക്കെ ഉള്ളത് കുറച്ച് മാറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈനറി ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഇത് കണ്ടിട്ട് ഇനി അതൊക്കെ വൈനറിയിലേക്ക് പോയി ഒരു വൈൻ ടൂർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തു. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയ ഒരു വൈനറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ പാലസും പിന്നെ മ്യൂസിയം ഒക്കെ ഉള്ള സ്ഥലം. പിന്നെ അടുത്ത് തന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടിട്ട് കുറച്ച് പഴയ സ്കൂളാണെന്ന് തോന്നുന്നു. ഏതായാലും ആ മ്യൂസിയത്തിൻ്റെയും പാലസിൻ്റെയും ഡയറക്ഷനിലേക്ക് നടക്കുകയാണ്. ബറ്റോണി ഫോർട്രസ് സ്കൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നോ എന്തായിരിക്കും. മ്യൂസിയം ക്ലോസ് ആയിപ്പോയി. പാലസ് എവിടെയാണ്?
അവിടെ വരെ നടക്കാം. ഇടയ്ക്ക് കണ്ട ഒരാൾ പറഞ്ഞു ഓപ്പൺ ആണെന്ന്. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫിനെ കണ്ടു. അയാൾ പറഞ്ഞു ഇല്ല, ക്ലോസ്ഡ് തന്നെയാണ്, ഇനിയിപ്പം നാളെ രാവിലെ തുറക്കുള്ളൂ. അപ്പം ഇതാണ് ആ പാലസും മ്യൂസിയം ഒക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ പാലസും ക്ലോസ്ഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ. അപ്പോൾ പാലസിൻ്റെ കോട്ടയൊക്കെ തൽക്കാലം പുറത്തുനിന്ന് കാണാം, അതൊക്കെ നടക്കുള്ളൂ. ആ പുറത്തുനിന്നൊക്കെയുള്ള കാഴ്ച കണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴൊക്കെ അവിടെ നിന്ന് തിരിച്ചു. ഇവിടെയും ചുറ്റിനും ഒരു ചെറിയ കോട്ടമതിൽ പോലൊരു മതിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ ആ ബിൽഡിങ് വഴി ചെറുതായിട്ട് ചെടികൾ ഇങ്ങനെ കയറി കിടക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. പൊതുവെ ഇങ്ങനെ ഹെറിറ്റേജും കൾച്ചറും ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ കൂടി ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തലങ്കും വിലങ്കും ഒരു സൗന്ദര്യബോധം ഇല്ലാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കുമല്ലോ. ബിൽഡിങ്ങുകളൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിലെ ഒരു സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഇച്ചിലൂടെ ഒരു കാമാൻ ക്വയറ്റുമാണ്. ആ പഴയ ആ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു പഴമയും ആ പ്രൗഢിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് അവിടെ ഒരു പഴയ ഒരു മരമുണ്ട്. ഇതൊരു ജയന്റ് പ്ലെയിൻ ട്രീ ആണ്. ഇതിനെ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്ന ഒരു ചദാരി എന്നാണ് പറയുന്നത്. ചദാരി ഓൾമോസ്റ്റ് 900 വർഷത്തോളം പഴക്കമുള്ള ജോർജിയയിലെ തന്നെ ഏറ്റവും പഴയ മരമെന്നാണ് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് തന്നെ 40 മീറ്റർ ഉണ്ട്. ഇതൊരു അത്യാവശ്യം ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അകമൊക്കെ കുറച്ച് പൊള്ളയായിട്ടുണ്ട്. 900 വർഷം എന്ന് പറയുമ്പോൾ ചില്ലറ പഴക്കമല്ല. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ചുറ്റിനുള്ളതേ ഉള്ളൂ, അകം മുഴുവൻ പൊള്ളയാണ്. അകത്തെ എല്ലാം ദ്രവിച്ചു പോയി. ചുറ്റിനും വേര് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന. ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടത് 900 വർഷം പഴക്കമുണ്ടെന്ന് എഴുതിയേക്കുന്നത്. 50 മീറ്റർ ഹൈറ്റ്, 12 മീറ്ററോളം വിഡ്ത്ത് എന്നൊക്കെയാണ് എൻ്റെ ബേസിക് ഇൻഫർമേഷൻ കിടക്കുന്നത്. താഴോട്ട് ഭംഗിയുള്ള വാലി വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം ധാരാളം വൈൻയാർഡുകളും മറ്റ് കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പതുക്കെ ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 5:30 കഴിഞ്ഞു. 8:30 വരെ രാത്രി ആവാത്തതുകൊണ്ട് കുഴപ്പമില്ല. നേരെ അടുത്തുള്ള ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വൈൻയാർഡും ഒരു വൈനറിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ വല്ല വൈൻ ടേസ്റ്റിംഗ് നടക്കുമെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ കുറച്ച് ദൂരം പുറകോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് വേണം അവിടെ കയറാറുണ്ട്. അന്നേരം പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ മേലാത്തതുകൊണ്ട് നേരെ വന്ന് കഴിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇവിടെ വിളിച്ചു ചോദിച്ച് ബുക്ക് ചെയ്യാനും മാത്രമുള്ള ഒരു ഡീറ്റെയിൽസും കോൺടാക്റ്റും നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് കണ്ടില്ല. കൂടുതലും ഈ പാക്കേജ് ടൂർ പോലെ ഏതെങ്കിലും ഗ്രൂപ്പ് ടൂർ ബുക്ക് ചെയ്യാറുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂടെ പോകായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തിരക്കിട്ട് വന്ന കാരണം നടന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും തന്നെ അങ്ങോട്ടൊന്ന് പോവുകയാണ്. വൈൻ ടൂർ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രൂപ്പുകാരുണ്ടെങ്കിൽ അവരോട് കൂടെ ചേർന്ന് വൈൻ ടൂർ ചെയ്യാമെന്നുള്ള കണക്കൂട്ടിൽ അങ്ങോട്ട് പോണത്. മെയിൻ റോഡിൽ നിന്ന് മാറി 1 കിലോമീറ്ററോളം ചില കല്ല് മാത്രമുള്ള ടാറിടാത്ത ഒരു ചെറിയ ഗ്രാമീണ പാതയാണ്. ഒരു 1 കിലോമീറ്ററോളം അകത്തോട്ട് വൈൻയാർഡും വൈനറിയൊക്കെ ഉള്ള ഒരു വലിയ സ്ഥലമാണത്. ഈ ഏരിയയിൽ തന്നെ പല മൾട്ടിപ്പിൾ ലൊക്കേഷനുണ്ട്. ഇതാണ് വൈനറി. 1-2 കാറുകളൊക്കെ കിടപ്പുണ്ട്. അപ്പം എന്തോ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി മുന്തിരിങ്ങ കിടക്കുന്നുണ്ടോ, നല്ല സ്റ്റൈലിൽ. എത്ര ചെറിയ ഇതാണ്, എത്ര കൊലയാണ് നിൽക്കുന്നത്. ഓ, സ്റ്റൈലായിട്ടുണ്ട്. ഭയങ്കര ഏരിയയാണ്. ചുറ്റിനും ധാരാളം കൃഷിയുണ്ട്. ചെറിയ മുന്തിരി ചെടികളിലൊക്കെ ആണെങ്കിലും ധാരാളമായിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ചെറിയൊരു വള്ളിയിൽ എത്ര കിടക്കുന്ന മുന്തിരിങ്ങയാണ്. ചെറിയൊരു വള്ളിയാണ്, പക്ഷെ എത്ര എണ്ണ കിടക്കുന്നത്. ട്രഡീഷണൽ ബിൽഡിംഗ് ആണ്. അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും നല്ല ഏരിയയാണ്. ഒരു പഴയ സ്റ്റൈൽ ബിൽഡിങ്. അത് വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ചെടികളൊക്കെ വെച്ച്
നീറ്റായിട്ടുള്ള വാക്വേ ഒക്കെ ഉണ്ട്. ജോർജിയയിൽ ധാരാളം വൈൻ ബ്രാൻഡുകളുണ്ട്. എക്കണോമിക് മോഡൽ മുതൽ പ്രീമിയം റേഞ്ച് വരെ ധാരാളം നല്ല ഇതുണ്ട്. ഇതൊക്കെ ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്ന മെഷീനാണ്. വൈൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗ്രേപ്പ് ജ്യൂസാക്കി എടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഫെർമെൻറ്റ് ചെയ്യുന്നത്. ഇത് പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രിസർവ് എത്ര ദിവസത്തേക്ക് ഒടിച്ചു വെക്കുന്നതെന്ന് തോന്നിയത്. ഹൗ മെനി ഡേയ്സ് ദിസ് വിൽ ബി ദെയർ? ഹൗ മെനി ഡേയ്സ് ഇൻ ദിസ് ദ വൈൻ? 30 days, 15 days, 1 year, 6 months? 8 months. 8 months? It depends on wine Okay. type. Minimum how many? 6 months. 6 months minimum. Oh, nice. So, okay. 6 months ആണ് മിനിമം അവർ ഫെർമെൻറ്റ് ചെയ്യാൻ ഈ തടി വീപ്പയ്ക്കകത്ത് ഒഴിച്ചു വെക്കുന്നത്. അതിൻ്റെ കോർക്കാണ് മുകളിൽ, അത് തുറന്നിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഉള്ള വലിയ ഭരണിയാണ് താഴോട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അതിനകത്ത് മുഴുവനാണ്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് വൈൻ ജ്യൂസ് ആദ്യം ഇങ്ങോട്ട് ഒഴിച്ച് വെക്കുന്നത്. അകത്തേക്ക് കാണാൻ പറ്റിയത് കാരണം ഗ്ലെയർ അടിക്കുന്ന മുകളിലത്തെ സീലിംഗ് ആ കാണുന്നത്, താഴോട്ടുള്ള കാണാൻ പറ്റത്തില്ല. വലിയ ഭരണിക്കകത്ത് ഒഴിച്ച് വെക്കുന്ന കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ ഉള്ള ഏരിയ ഫുള്ളതാണ്. ഗ്ലാസ് ടോപ്പ് ഇട്ടിട്ട് അതിങ്ങനെ ഇട്ടേക്കുക. ഇത് മോഡേൺ ടെക്നോളജിക്ക് മുമ്പുള്ള സാധനം. പണ്ട് കാലത്ത് മുന്തിരിങ്ങയൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് ചാറാക്കാനുള്ള ചെറിയ ഉടണ്ടോ എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ ചച്ച. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വൈകിട്ട് ഓരോ ഷോട്ട് അടിച്ചില്ലേ, ചെറിയൊരു വാറ്റിൻ്റെ വകഭേദം. ഇത് ചർച്ച ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പഴയ നാടൻ വാറ്റ് ഉപകരണങ്ങളായിരിക്കും. മോഡേൺ ടെക്നോളജിയൊക്കെ വന്ന ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇതിനകത്താണ് ബ്രെഡ് ബേക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെറിയ തന്തൂരിൻ്റെ ഒരു വകഭേദം. വൈനാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അവരുടെ മോസ്മിയരി അവരുടെ വൈൻ വെറൈറ്റികളാണ്. ഓരോ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻസാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു വൈനറിയുടെ ടൂറിന് നമുക്കൊരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഗൈഡ് അവിടെ ഇല്ലായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു റഷ്യൻ ഗ്രൂപ്പാണ്. അപ്പം അതുകൊണ്ട് റഷ്യൻ സംസാരിക്കുന്ന ഒരു ഗൈഡാണ്. അപ്പോൾ അവരോട് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊന്നും കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ എടുക്കേണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് അവിടെ ഒരു ചെറിയ പെൺകുട്ടി റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അവൾ ബേസിക്കലി കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറയും. അവൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുകൊണ്ട് നമ്മൾ ആ വൈനറി കൂടെ തന്നെയാണ് നടന്നതൊക്കെ കണ്ട് ബേസിക് കാര്യങ്ങളൊക്കെ കണ്ടു. വൈൻ ഉണ്ടാക്കുന്ന വലിയ ഭരണികളെ, വൈൻ കൂടാതെ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കുടിച്ച് ചച്ച അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറോളം നമ്മൾ ആ വൈനറിയിൽ സ്പെൻഡ് ചെയ്തു. കുഴപ്പമില്ല, ചെറിയൊരു ജോർജിയൻ വൈനറിയുടെ ഒരു ഫീല് കിട്ടി. മെട്രോ കാർ വാഷ് കോയിനൊക്കെ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഒരു 7:30 കൂടി തിരിച്ച് റൂമിലെത്തി. അതൊക്കെ ഒന്ന് ഈവനിങ് വാക്ക് പോലെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. തെലവിയിലെ ഒരു സായാഹ്നം. നല്ല മനോഹരമായ ഒരു സിറ്റിയാണ്. റോഡൊക്കെ വിജനമാണ് ഓൾമോസ്റ്റ്. അധികം ആൾക്കാരൊന്നും അങ്ങനെ പുറത്ത് കാണുന്നില്ല. അവിടുന്ന് വണ്ടി എടുക്കാൻ നേരത്തും വീണ്ടും ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നു. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ടായത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതലുള്ള യാത്ര എന്താവെന്ന് അറിയില്ല. അതുകൊണ്ടായാലും സ്കൂട്ടർ കണ്ടലുകാരനെ വിളിച്ചു. അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം നമുക്ക് ഇനി ഒരു 8 ദിവസം കൂടെ ഓടിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നാൽ പ്രശ്നമാവുമല്ലോ. അപ്പം അവൻ പറഞ്ഞു, ഒന്ന് നോക്കുക, നാളെ രാവിലെ വേണമെങ്കിൽ വേറൊരു വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാമെന്നൊരു ഇത് എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ഓഫറായിട്ട് തോന്നിയില്ല, കാരണം ഇവരൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും. അപ്പം നമ്മുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇവിടുന്ന് വീണ്ടും തിബിലിസിക്ക് തന്നെ ഈ സ്കൂട്ടറും കൊണ്ട് പോവാം. എന്നിട്ട് സ്കൂട്ടർ അവിടെ കൊടുത്തിട്ട് അവൻ്റെ ഒരു റോയൽ എൻഫീൽഡിന്റെ 100 നമ്മളന്ന് കണ്ടായിരുന്നു. അവിടെ അവൻ്റെ ഒരു 100 ഇരിപ്പുണ്ട്. അത് സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചിട്ട് അതുകൊണ്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. കുറേ നടന്നതുകൊണ്ടെന്ന് സിറ്റിയൊക്കെ കാണാൻ വേണ്ടിയുള്ള നടപ്പായിരുന്നു. ഇവിടെ ഫാർമസിയുടെ പേരാണ് അവേഴ്സി. ഫാർമസിൻ്റെ ഇതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. അപ്പോത്തിക്ക, നമ്മൾ പണ്ട് ഡോക്ടർമാർക്ക് അപ്പോത്തിക്കിരി എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അപ്പോത്തിക്കിരി ആ വേർഡുമായിട്ട് സാമ്യമുള്ളതാണല്ലോ. വൈൻ്റെ തടി കൊണ്ടുള്ള വൈൻ്റെ വീപ്പകളും ചെമ്പ് പിച്ചള പാത്രങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള സ്ഥലം.
കൊള്ളാലോ, പഴയ ആൻറ്റിക് സാധനങ്ങളാണ്. നമ്മൾ റാന്തൽ വിളക്കൊക്കെ ഉണ്ട്, പഴയ പെട്രോമാക്സി സ്റ്റൈലിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ചട്ടുകം, ഓട്ടത്തവി, എല്ലാം ട്രഡീഷണൽ സാധനങ്ങളാണ്. അപ്പച്ചന്മാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ അടുത്ത് ചെറിയൊരു ബിയറൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പിൽ വന്നു. അവിടെ ഈ ഫൗണ്ടൻ ബിയറൊക്കെ ഉണ്ട്. ബിയർ ഇങ്ങനെ നമ്മൾ ഫൗണ്ടൻ പെപ്സിയൊക്കെ കുടിക്കുന്ന പോലെ പെറ്റ് ബോട്ടിലിനകത്ത് അവർ ഫില്ല് ചെയ്ത് തരും. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല ഉണക്കമീൻ്റെ മുടയാണ്. കയറുന്നിടത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. മീൻ, ഉണക്കമീനാണ് കൂടുതൽ ഇവിടെ. അങ്ങനെ ഫ്രഷ് വാട്ടർ ഫിഷ് ഒന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു. ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ട്. 2 ലിറ്ററാണ് സ്റ്റാൻഡേർഡ് കുപ്പി. അപ്പോൾ നമ്മൾ 1 ലിറ്റർ എടുത്തേക്കുന്ന കാരണം 1 ലിറ്ററിൻ്റെ കുപ്പിക്ക് ഫില്ല് ചെയ്യുക. 4 5 അപ്പോൾ 150 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല. ഓക്കെ, 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ ബിയറും പോകുന്ന വഴിക്ക് ചെറിയൊരു പിസ്സ ഒക്കെ മേടിച്ച് ഡിന്നർ അങ്ങനെ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ സ്കൂട്ടറിൻ്റെ പ്രശ്നമുള്ള കാരണം നാളെ നേരത്തെ എണീറ്റ് സിവിലിസിക്ക് തന്നെ വീണ്ടും പോകണം. അപ്പോൾ അതുമാത്രം ചെറിയൊരു സെറ്റ് ബാക്കായി. കുഴപ്പമില്ല, ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് എല്ലാം ഉദ്ദേശിച്ച പോലെ നടക്കില്ല. ചിലപ്പം ചെറിയ റോഡ് ബ്ലോക്കുകളൊക്കെ വരും. അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. രാത്രി 8:30 നമ്മുടെ നാട്ടിലൊക്കെ ഒരു 6:30 ആയ പ്രതീതി ആയതുള്ളൂ. അപ്പോൾ അതൊക്കെ രാത്രിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് നടന്ന റൂമിൽ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയായി. നേരത്തെ കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുക എന്നുള്ള കണക്കൂട്ടിൽ അടുത്ത റൂമിലുള്ള ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിയായിട്ട് കുറച്ച് നേരം പാചകമൊക്കെ അടിച്ച് കിടന്നപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായി. അപ്പോൾ ഇതൊക്കെയാണ് കാക്കട്ടി റീജിയൻ, നമ്മുടെ സിംഗനാങ്ങി തെലവിലേക്കുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ ജോർജിയൻ യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് താമസിയാതെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.